ദൈവവചനത്തിന്റെ പഠനത്തിനായി നാം വീണ്ടും കൂടി വന്നിരിക്കുകയാണല്ലോ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം അറിയിക്കുന്നു. സൂം പ്ലാറ്റ്ഫോമിൽ കൂടെയും കൂടാതെ യൂട്യൂബ് മറ്റ് മുഖാന്തരങ്ങളിലൂടെയും ഇങ്ങനെ പല മീഡിയാസിലൂടെ ദൈവവചനം പലരും ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളേവർക്കും ഹൃദ്യമായ സ്വാഗതം അരുളുകയാണ്. ദൈവത്തിന്റെ വചനം അതിപ്രധാനപ്പെട്ട കാര്യമാണ്. പൂവും പുല്ലും വാടിപ്പോകും, പൊഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് നാം യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഈ പൂവും പുഷ്പവും പുല്ലുകളും ഒക്കെ നമ്മുടെ ജീവിതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അത് വാടിപ്പോകും, എന്നാൽ ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതാണ്. ആ വചനം, അതിന്റെ പ്രിൻസിപ്പിൾസ്, അതിന്റെ കോൺസെപ്റ്റ്സ് ആണ് നാം പഠിക്കുവാനായിട്ട് കൂടി വന്നിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ വചനം നാം ഹൃദയങ്ങളിൽ ഏറ്റെടുത്ത് അത് ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അത് നമ്മെ നിത്യതയ്ക്കായി തയ്യാർ ചെയ്യുന്നു. ഇന്ന് ഈ പരമ്പരയിൽ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നാം വന്നിരിക്കുന്നത്. ഈ ക്ലാസ്സുകളിലൂടെ നാം ദൈവവചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിന് ദുഃഖമുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് നാം ചിന്തിക്കുന്നത്. ആ കാര്യങ്ങൾ നാം അറിയണം. അറിയാതിരുന്നാൽ അതിനെ മാറ്റിക്കളയുവാൻ, അതിനെ ദ്വേഷിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നാം അറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാപം എന്നുള്ളതല്ല. എങ്കിലും പാപത്തിന് ഇത്ര ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നാം പാപത്തെ അറിയേണ്ടതും അതിനെ വിട്ടു നിൽക്കേണ്ടതും ആവശ്യമാണ്. ദൈവഹിതപ്രകാരം പരിശുദ്ധമായി നാം ജീവിക്കുക, യേശുക്രിസ്തുവിനെ പോലെ നാം ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുൻപിൽ ദൈവം വെച്ചിരിക്കുന്ന ആ ഉയർന്ന വിളി എന്നുള്ളത്. കോപ സ്വഭാവത്തെക്കുറിച്ച് കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കുകയുണ്ടായി. അത് ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് പാപകരമായ ഒരു വിഷയമാണ്. ഇന്ന് രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. മോഹദൃഷ്ടിയും വ്യഭിചാരവും ഇതെല്ലാം ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. ലസ്റ്റ്ഫുൾ ഐസ് ആൻഡ് അഡൾട്ടറി. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം നമുക്ക് എടുക്കാം. 27 മുതൽ 30 വരെ നമുക്ക് വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സസ് 27 to 30 നമുക്ക് വായിക്കാം. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തുപോയി. എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. ശാരീരികമായ, ലൈംഗികമായ പാപങ്ങളെക്കുറിച്ച് ആണ് യേശു ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മേഖലയിൽ ഓരോ ക്രിസ്ത്യാനിയും, ഓരോ ദൈവമക്കളും പവിത്രതയുള്ളവരായിരിക്കണം. വിശേഷാൽ വിവാഹ ജീവിതത്തിൽ പരിപാവനത ദൈവം ആഗ്രഹിക്കുന്നു എന്നും നമുക്ക് പറയാൻ സാധിക്കും. വ്യഭിചാരം എന്ന പാപം വിവാഹിതരെ സംബന്ധിച്ചാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. വിവാഹിതരായ ഒരു ഭർത്താവോ ഭാര്യയോ തങ്ങളുടെ ജീവിത പങ്കാളിയെ വിട്ടിട്ട് മറ്റൊരാളെ അന്വേഷിക്കുന്നു, അവരുമായിട്ട് ബന്ധപ്പെടുന്നു. അതാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിവാഹിതരെ സംബന്ധിച്ചും ഈ പാവത്തിന്റെ പല പല വശങ്ങളുണ്ട്. അതിനെ ബൈബിളിൽ ഇമ്മോറാലിറ്റി അഥവാ ഫോർണിക്കേഷൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ശാരീരികമായ, ലൈംഗികമായ പാപങ്ങൾ എന്നോ ധാർമ്മികമായ പാപങ്ങൾ എന്നോ ഒക്കെ അതിനെ വിളിക്കാൻ പറ്റും. ശാരീരികമായ ഇങ്ങനെയുള്ള എല്ലാത്തരം പാപങ്ങളെയും ദൈവം വിലക്കിയിട്ടുണ്ട്. അത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലും അത് വിലക്കിയിട്ടുണ്ട്. യേശു ഇവിടെ 27-ാം വചനം തുടങ്ങുന്നത് തന്നെ പഴയ നിയമത്തിൽ മോശെ മുഖാന്തരം ദൈവം നൽകിയ ആ കൽപ്പനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. നോക്കുക, ഇവിടെ പറയുന്നു, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 10 കൽപ്പനയിൽ ഉള്ള ഒരു കൽപ്പനയാണ് യേശുവിടെ എടുത്തു പറയുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത് വ്യഭിചാരം ചെയ്യരുത് എന്നാണ്. ഡു നോട്ട് കമ്മിറ്റ് അഡൾട്ടറി. അത് കുടുംബജീവിതത്തെ കുറിച്ചുള്ള ഒരു വചനമാണ്. എന്നാൽ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും, വിവാഹിതരാകട്ടെ അവിവാഹിതരാകട്ടെ,
അവരുടെ ചിന്തകളിലും അവരുടെ കണ്ണുകൊണ്ടും അവരുടെ ശരീരത്തിന്റെ പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ എല്ലാത്തരം പാപകരമായ കാര്യങ്ങളിൽ നിന്നും അവർ വിട്ടുനിൽക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നാം പിടിക്കപ്പെട്ട വ്യഭിചാരദോഷത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കാര്യം നാം വായിക്കുന്നുണ്ടല്ലോ. ആ ഭാഗം നാം കഴിഞ്ഞ ദിവസം അതിന്റെ വാക്യം ചിന്തിച്ചതാണ്. യഹൂദ മതസ്ഥരായ ആളുകൾ ഈ സ്ത്രീയെ കൊണ്ടുവന്ന് യേശുവിന്റെ മുമ്പിൽ നിർത്തിയത് യേശുവിനെ കുറ്റം ചുമത്തുവാൻ വേണ്ടി ആയിരുന്നു. യേശു എന്തു പറയും? മോശയുടെ കൽപ്പനയിൽ എഴുതിയിരുന്നു, ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിട്ടുണ്ട്. നീ എന്തു പറയുന്നു? എന്നാൽ യേശു അവളെ കല്ലെറിയുവാൻ അനുവദിച്ചില്ല. അവരോട് ഒരു മറുചോദ്യം ചോദിച്ച് അവരെ നിശബ്ദരാക്കി അവിടുന്ന് പറഞ്ഞയക്കുകയാണ് യേശു ചെയ്തത്. എന്നിട്ട് ഒടുവിൽ സ്ത്രീയോട് പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക, ഇനി നീ പാപം ചെയ്യരുത്. പ്രിയ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ, വ്യഭിചാരം സംബന്ധിച്ച വിഷയങ്ങളിൽ യേശു പഠിപ്പിച്ചത് വളരെ വ്യക്തമായിരിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ്. നാം ആദ്യം വായിച്ച മത്തായി 5-ാം അധ്യായം, അവിടെ 28-ാം വാക്യം നോക്കുക. മോശെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, ഞാൻ മോശെ പറഞ്ഞ കൽപ്പനയെ കുറച്ചുകൂടെ നിങ്ങൾക്ക് വിശദമാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആന്തരിക മർമ്മവും അർത്ഥവും യേശു അവിടെ പ്രസ്താവിക്കുകയാണ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഇതാണ് യേശു വ്യഭിചാരത്തിന് കൊടുത്ത പുതിയ ഒരു അർത്ഥം, ഒരു മാനം. മോഹദൃഷ്ടിയോടെ, ദുരാസക്തിയോടെ ഒരു സ്ത്രീയെ നോക്കുകയും ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ഹൃദയത്തിൽ രസിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പുരുഷൻ അവളോട് ശാരീരിക വ്യഭിചാരം ചെയ്തതിന് തുല്യമാകുന്നു എന്നാണ് യേശു പഠിപ്പിച്ചത്. ശാരീരികമായ പുറമേയുള്ള ഒരു പ്രവൃത്തിയെയാണ് വ്യഭിചാരം എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ യേശു അതിന് കുറച്ചുകൂടെ അർത്ഥവ്യാപ്തി നൽകി. ഇന്ന് ക്രിസ്ത്യാനികളായ ദൈവമക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഈ നിർദ്ദേശം പറയുകയാണ്. മോഹദൃഷ്ടിയോടെ, ഹിന്ദിയിൽ വായിക്കുമ്പോൾ ഖുദൃഷ്ടി ഡാൽന എന്നുള്ള വാക്കാണ്. ഖുദൃഷ്ടി, തെറ്റായ ഒരു മോഹദൃഷ്ടി എന്ന് നമുക്കതിനെ മലയാളത്തിൽ പറയാം. മോഹദൃഷ്ടിയോടെ, ദുരാസക്തിയോടെ ഉള്ള നോട്ടം, അത് വ്യഭിചാരത്തിന് തുല്യമാണ്. കാരണം നിങ്ങളുടെ കണ്ണുകളിലൂടെ, നിങ്ങളുടെ ഹൃദയത്തിൽ ആ മോഹം കടന്നു, അത് നിങ്ങൾക്ക് പാപത്തിന് കാരണമായി തീരുന്നു. അതുകൊണ്ട് മോഹദൃഷ്ടിയോടെ സ്ത്രീയെ നോക്കുന്ന ഏത് പുരുഷനും വ്യഭിചാരത്തിന് തുല്യമായ പാപം ചെയ്തു എന്നാണ് യേശു പഠിപ്പിച്ചത്. ആകയാൽ എന്നെ കേൾക്കുന്ന ഓരോ സഹോദരങ്ങളുമേ, ഇത് പ്രത്യേകിച്ചും പുരുഷന്മാർക്കാണ് ഈ കാര്യത്തിൽ കൂടുതൽ ബാധ്യതയുള്ളത്, പ്രശ്നമുള്ളത്. ഞാൻ പറയുന്നു, ഒരു 90% ഇത് പുരുഷന്മാർക്ക് വേണ്ടിയാണ്. എന്നാൽ ഒരു 10% സ്ത്രീകളെയും ഇത് ബാധിക്കും. പൊതുവെ പുരുഷന്മാർക്ക് കണ്ണുകളിലൂടെയാണ് ലൈംഗിക വികാരങ്ങൾക്ക് തുടക്കമുണ്ടാകുന്നത്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് കണ്ണുകളിലൂടെയല്ല, സ്പർശനത്തിലൂടെയാണ് എന്ന് പൊതുവെ നമുക്കറിയാവുന്ന വിഷയമാണ്. എങ്കിലും ചിലരെ സംബന്ധിച്ച് കണ്ണുകളിലൂടെയും അവർക്ക് പ്രശ്നം വരാം. അത് ലൈംഗികമായ കാര്യങ്ങൾ മാത്രമാകണമെന്നില്ല. മറ്റ് ഈ ലോകത്തിലെ പല കാര്യങ്ങളും കാണുമ്പോൾ അതെല്ലാം എനിക്ക് വേണം എന്നുള്ളൊരു മോഹം, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. എന്നാൽ നാം ഇതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന പ്രമാണമാണ്. നാം ഈ കാര്യത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തിന് ദുഃഖമുണ്ടാക്കുന്നവരായി തീരരുത്. നാം വ്യഭിചാരികളായി തീരരുത്. 29-ഉം 30-ഉം വചനങ്ങൾ നോക്കിയാൽ ഈ പാപത്തിൽ നിന്നും, മോഹദൃഷ്ടിയിൽ നിന്നും, ദുരാസക്തിയിൽ നിന്നും കണ്ണുകളും ഹൃദയവും ഒക്കെ മാറിയിരിക്കണമെങ്കിൽ അതിന് വില കൊടുക്കണം എന്നാണ് യേശു പഠിപ്പിച്ചത്. നിന്റെ വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. അതുപോലെ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളയുക. കാരണം ഇത് വളരെ ഗൗരവമായ കാര്യമാണ്. നീ നിന്റെ മോഹദൃഷ്ടിയുമായി ജീവിച്ച് നീ വ്യഭിചാരിയായി ജീവിച്ചാൽ ഒരു നാൾ നീ നരകത്തിൽ വീഴാൻ സാധ്യതയുണ്ട് എന്ന് യേശു പഠിപ്പിച്ചു. ഈ പാപം വളരെ മാരകമാണ്. അത് നരകത്തിൽ പോകുവാൻ കാരണമാകുന്നതാണ് എന്ന് യേശു പറഞ്ഞത് ശ്രദ്ധിക്കുക. കോപത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അവിടെ അഗ്നി നരകത്തെക്കുറിച്ച് കർത്താവ് പ്രതിപാദിക്കുകയുണ്ടായി. ഇവിടെ വ്യഭിചാരത്തെക്കുറിച്ച് പറയുമ്പോഴും നീ നരകത്തിൽ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ ഈ വചനങ്ങളെ ഇന്ന് രാത്രി നമുക്ക് ഗൗരവമായി എടുക്കാം. നാം ഒക്കെയും ഈ മേഖലയിൽ
നമുക്കൊരു പോരാട്ടമുണ്ട് എന്നുള്ളത് സത്യമാണ്. നാം നോർമലായ സാധാരണ രീതിയിലുള്ള മനുഷ്യരാണെങ്കിൽ ഈ മേഖലയിൽ നമുക്ക് എല്ലാവർക്കും പരീക്ഷയുണ്ട്, പ്രലോഭനങ്ങളുണ്ട്. എന്നാൽ നാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ജയകരമായി ഹൃദയവും കണ്ണുമൊക്കെ പവിത്രമായി കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും എന്നാണ് ദൈവം നമ്മോട് ഇന്ന് രാത്രി അറിയിക്കുന്നത്. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. യേശു പാപികളെ സ്നേഹിച്ചു, അതുകൊണ്ടാണ് ആ സ്ത്രീയോട് പറഞ്ഞത്, നീ പോകാൻ, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഇനി നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളെ അയക്കുകയാണ്. നമ്മെക്കുറിച്ചും ദൈവം അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും ഇങ്ങനെ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും ദോഷങ്ങളെയും കുറിച്ച് നാം അനുതപിക്കുകയും ദുഃഖിക്കുകയും, കർത്താവേ ദൈവമേ എന്നോട് പൊറുക്കണമേ, ഞാൻ തെറ്റിപ്പോയി, എൻ്റെ കൺമോഹം, എൻ്റെ മോഹദൃഷ്ടി അതെല്ലാം വ്യഭിചാരത്തിന് തുല്യമാണ്, ഞാൻ അങ്ങയിൽ നിന്ന് എത്ര അകന്നാണ് പോയത്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും അടുത്തു വരാനും ഈ പാപത്തെ ഉപേക്ഷിക്കാനും തള്ളിപ്പറയാനും നമുക്ക് ഇടയാകേണ്ടത് ആവശ്യം. നാം അതിനെ ലാഘവബുദ്ധിയോടെ സാരമില്ല എന്ന് പറഞ്ഞ് വിടരുത്. എല്ലാവർക്കും ഈ പ്രശ്നമൊക്കെ ഉണ്ട്, നമ്മൾ ബലഹീനരാണ് എന്ന് പറഞ്ഞ് നാം നമ്മുടെ തെറ്റുകളെ ന്യായീകരിക്കരുത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് ഗൗരവമായി എടുക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് തെളിയിക്കുന്ന 2-3 വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ആദ്യമായി മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20-21 വചനങ്ങൾ നമുക്ക് വായിക്കാം. മാർക്ക് ചാപ്റ്റർ 7 വേഴ്സസ് 21, 22, 23. അകത്തു നിന്ന്, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവൻ പറഞ്ഞു. യേശു പറഞ്ഞു, പുറമേയുള്ള കാര്യങ്ങളല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, അതിനും പ്രസക്തിയുണ്ട്. എന്നാൽ അകമേയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നത്, നിങ്ങളെ അശുദ്ധരാക്കുന്നത്. യേശു പറയുകയാണ്, അകത്തു നിന്ന്, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്തയും വ്യഭിചാരവും പരസംഗവും ദുഷ്കർമ്മങ്ങളും, ഈ പറഞ്ഞിരിക്കുന്ന ഈ 10-20-ലധികം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ തിന്മകളൊക്കെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ദുശ്ചിന്തകളുണ്ട്, വ്യഭിചാരമുണ്ട്, പരസംഗമുണ്ട്, ദുഷ്കർമ്മങ്ങളും മിടക്കുകണ്ണും ദൂഷണവും അഹങ്കാരവും അനേക കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ദോഷങ്ങളാണ്. ഇതെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കും. ക്രിസ്ത്യ ജീവിതം പവിത്രമായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് കഴിയാത്ത കാര്യം നമ്മോട് ദൈവം ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. നമുക്ക് ജീവിക്കാൻ കഴിയുന്ന അളവിലുള്ള ഒരു കാര്യമാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. പവിത്രമായ പരിശുദ്ധമായ ഒരു ജീവിതം, അതിനാവശ്യമായ ദൈവകൃപയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ദൈവം തന്റെ മക്കൾക്ക് ഇന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആകയാൽ ദൈവാത്മാവിന്റെ നിറവിനാൽ നമുക്ക് ഈ തിന്മകളെ വിട്ടുകളഞ്ഞു, പ്രത്യേകിച്ചും മോഹദൃഷ്ടി നിമിത്തമുണ്ടാകുന്ന ഹൃദയത്തിലെ വ്യഭിചാരം ഒഴിവാക്കി നമുക്ക് ജീവിക്കാൻ സാധിക്കും. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഒഴികെ മറ്റൊരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ നോക്കി രസിക്കുമ്പോൾ, കൊള്ളാമല്ലോ, നല്ല സുന്ദരിയായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുകയാണെങ്കിൽ, മുമ്പൊരു ദേവദാസൻ പറയുകയുണ്ടായി, നിങ്ങൾ വ്യഭിചാരത്തിന്റെ ആദ്യ പടികളിൽ കയറി നിൽക്കുകയാണ്. ഇനി പല പടികളും കയറുമ്പോൾ നിങ്ങൾ അതിലേക്ക് വരും. അപ്രീഷിയേറ്റിംഗ് ദ ബ്യൂട്ടി ഓഫ് അനദർ വുമൻ, മറ്റൊരു സ്ത്രീയുടെ സൗന്ദര്യത്തെ നിങ്ങൾ വളരെ പ്രശംസിച്ച് ചിന്തിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾ വ്യഭിചാരത്തിന്റെ ആദ്യഘട്ടത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് ഇന്ന് രാത്രി മനസ്സിലാക്കിക്കൊള്ളു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാ സഹോദരങ്ങളും ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. മറ്റൊരു വചനം തിമോത്തിയോസിന്റെ 2-ാം പുസ്തകം 2-ാം അധ്യായം 22-ാം വാക്യം നമുക്ക് വായിക്കാം. 2 Timothy chapter 2 verse 22. യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. ഇത് യൗവനക്കാരനായ തിമോത്തിയോസിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. തിമോത്തിയോസേ, ചെറുപ്പക്കാരാ, നിന്റെ ഉള്ളിൽ യൗവന മോഹങ്ങൾ ഉണ്ട്, ഇല്ല എന്ന് നീ പറയരുത്. നീ ഒരു പുരുഷനാണ്, നിനക്ക് യൗവന കാലമാണ്, യൗവന മോഹങ്ങൾ ഉണ്ട്. എന്നാൽ അത് നിന്റെ ജീവിതത്തെ അത് പാപമംഗലമാക്കുവാൻ, അത് നിന്നെ അശുദ്ധനാക്കുവാൻ നീ അനുവദിക്കരുത്. ഈ യൗവന മോഹങ്ങളെ
നീ താലോലിച്ചാൽ, അതിനെ പാമ്പർ ചെയ്താൽ അത് നിന്നെ നശിപ്പിക്കും. യൗവനമോഹങ്ങളെ ഒന്ന് മാറ്റി നിർത്തണം. എന്നിട്ട് നീ ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനമായി നിന്റെ ദൈവഭക്തിയുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് തിമോഥെയോസിനോട് പറയും. എന്നെ കേൾക്കുന്ന എല്ലാ ചെറുപ്പക്കാരുമേ, യൗവനമോഹങ്ങൾ എന്നൊരു കാര്യം യാഥാർത്ഥ്യമാണ്. അത് കൺമോഹത്തിലും മോഹദൃഷ്ടിയിലും ഒക്കെയാണ് ആരംഭിക്കുന്നത്. പിന്നീട് അത് ഹൃദയത്തിലേക്ക് കടക്കും. പിന്നെ അതിൻ്റെ വളർച്ചയുണ്ടാകും. അത് പാപത്തിലേക്കും അത് ആന്തരികമായ ആത്മീയ വ്യഭിചാരത്തിലേക്കും നിങ്ങളെ നയിക്കുന്ന കാര്യമാണ് എന്ന് ഓർത്തുകൊള്ളുക. ഇനി പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ ആ കാലത്ത് സഭയിലൊക്കെ ഉണ്ടായിരുന്ന പല കള്ള ഉപദേഷ്ടാക്കന്മാരെ കുറിച്ചും അഥവാ കള്ള പ്രവാചകന്മാരെ കുറിച്ചും പത്രോസ് വിവരിക്കുന്ന ഒരു ഭാഗം നമുക്ക് നോക്കാം. 2 പത്രോസ് 2-ാം അധ്യായം 13, 14, 20 ഈ വചനങ്ങൾ വായിക്കാം. 2 Peter chapter 2 verses 13, 14 and 20 വായിക്കാം. അവർ താൽക്കാലിക ഭോഗതൃപ്തി, സുഖം എന്നുവെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ചില ആളുകളെ കുറിച്ചാണ്, ചില പ്രവാചകന്മാരെ കുറിച്ച്, ചില ഉപദേഷ്ടാക്കന്മാരെ കുറിച്ചാണ് പത്രോസ് ഇവിടെ പറയുന്നത്. അവർ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, എങ്കിലും അവരുടെ വ്യക്തിപരമായ ജീവിതം അത്ര ശരിയല്ല. അവർക്ക് താൽക്കാലിക ഭോഗതൃപ്തിയും ശരീരസുഖവും ഒക്കെയാണ് പ്രധാനപ്പെട്ടത്. അവർ നിങ്ങളുടെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് നടക്കുന്നവരാണ്. എങ്കിലും 14-ാം വാക്യം, അവർ അവരുടെ കണ്ണുകളെ നിയന്ത്രിക്കുന്നില്ല, വ്യഭിചാരിണിയെ കണ്ട് രസിക്കുന്നവരാണ്. They are having eyes full of adultery. കണ്ണ് നിറയെ വ്യഭിചാരം അവർക്കുണ്ട്. ഇതാണ് യേശു മത്തായി 5-ാം അധ്യായത്തിൽ പഠിപ്പിച്ച കാര്യം. മോഹദൃഷ്ടിയുള്ളവർ, ദുർമോഹത്തോടെ ദുരാസക്തിയോടെ എതിർലിംഗത്തിൽപ്പെട്ടവരെ നോക്കി കണ്ട് ആസ്വദിക്കുന്നവർ. ഈ പ്രവാചകന്മാരും കള്ളപ്രവാചകന്മാരാണ്. അവരും ഇങ്ങനെ ആയിരുന്നു. ഐസ് ഫുൾ ഓഫ് അഡൽട്ടറി, ദേ കനോട്ട് സീസ് ഫ്രം സിൻ. അവർക്ക് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല. വ്യഭിചാരം കണ്ണുകളിലുണ്ട്. അങ്ങനെയുള്ള കണ്ണുള്ളവരാണ്. അവർക്ക് ഒരിക്കലും ദൈവത്തിന്റെ ഹൃദയപ്രകാരം ദൈവത്തിന്റെ ശുശ്രൂഷകരായിരിക്കാൻ കഴിയുകയില്ല. അവർ തങ്ങളുടെ ആദ്യത്തെ ആ ദൈവകൃപയൊക്കെ വിട്ടുമാറി, യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെയൊക്കെ വിട്ടുമാറി ലോകത്തിന്റെ മാലിന്യങ്ങളിൽ കുടുങ്ങി തോറ്റുപോയവരാണ്. അവരുടെ അവസ്ഥ വളരെ വഷളായിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണിത് എന്ന് നാം തിരിച്ചറിയുകയും എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഇതിൽ നിന്ന് വിട്ടുമാറി, ഇത് എന്നെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്, മോഹദൃഷ്ടിയോടെയുള്ള എൻ്റെ നോട്ടങ്ങൾ, എൻ്റെ ഹൃദയത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിൽ നിന്നൊക്കെയും ദൈവമേ എന്നെ വിടുവിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും ദൈവം ആ മേഖലയിൽ നമുക്ക് ഒരു വിജയം നൽകും. നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ മനസ്സും ഭാവമുള്ളവരായി ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു ഇങ്ങനെ നോക്കുന്ന ഒരാളായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? തൻ്റെ കൂടെ അനേകം സ്ത്രീകളും മിനിസ്ട്രിയിലൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും യേശു തൻ്റെ കണ്ണുകളെ വളരെ നിർമ്മലതയോടെ സൂക്ഷിക്കുകയും പിതാവിന് പ്രസാദകരമായിട്ട് ജീവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അങ്ങനെയെങ്കിൽ നമുക്കും അത് സാധ്യമാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവോടെ കൺമോഹം അഥവാ മോഹദൃഷ്ടിയെ കീഴടക്കിക്കൊണ്ട് എൻ്റെ കണ്ണുകൾ അനാവശ്യമായിട്ട് ഞാൻ നോക്കുകയില്ല എന്ന് പറയാം. ഞാൻ 1-2 ദൃഷ്ടാന്തങ്ങൾ കാണിക്കാം തിരുവെഴുത്തിൽ നിന്ന്. ഒന്നാമത്തേത് രാജാവായിരുന്ന ദാവീദിനെ കുറിച്ചാണ്. ഈ ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു സാക്ഷ്യം ബൈബിളിലുണ്ട്. എന്താണ്? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ദ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. ദൈവം അപ്രീഷിയേറ്റ് ചെയ്ത, ദൈവം വിലമതിച്ച ഒരു മനുഷ്യനായിരുന്നു. എങ്കിലും ഈ മഹാരാജാവിന്റെ ജീവിതത്തിൽ വളരെ കറുത്ത ചില പാടുകൾ ഉണ്ടായിരുന്നു. നമുക്കതറിയാം. 2 ശമൂവേൽ 11-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്.
സെക്കൻഡ് സാമുവേൽ ചാപ്റ്റർ 11 വേഴ്സസ് 1, 2, 3 ആൻഡ് 4. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തന്റെ ചേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവർ അമ്മോന്യ ദേശം ശൂന്യമാക്കി റബ്ബ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരുശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിപ്പിച്ചു. അവൾ എലിയാമിന്റെ മകളും ഹിത്തിനായ ഉരിയാവിന്റെ ഭാര്യയുമായ ബത്ശേബ എന്ന് അറിഞ്ഞു. ദാവീദ് ദൂതന്മാരെ അയച്ച് അവളെ വരുത്തി. അവൾ അവന്റെ അടുക്കൽ വന്നു. അവൾക്ക് ഋതുശുദ്ധി വന്നിരുന്നത് കൊണ്ട് അവൻ അവളോടുകൂടെ ശയിച്ചു. അവൾ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇവിടെ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും ദയനീയമായ സങ്കടകരമായ ഒരു പാപമാണ്. ഒരു പാപത്തിൽ തുടങ്ങിയ രണ്ടാമത്തെ പാപത്തിലേക്കും, അതായത് വ്യഭിചാരത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും ദാവീദിന് വഴുതി വീഴേണ്ടി വന്ന ദയനീയമായ ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അത് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ജോലിയൊന്നുമില്ലാതെ, ആക്ടിവിറ്റി ഒന്നുമില്ലാതെ, ഐഡിയലായി, വെറുതെ അലസനായി പകൽ സമയത്ത് മെത്തമേൽ കിടന്നുറങ്ങുന്ന ഒരു ദാവീദിനെയാണ് കാണുന്നത്. കൂടെയുള്ളവരെല്ലാം ദൂരെ യുദ്ധത്തിന് പോയിരിക്കുകയാണ്. ഇദ്ദേഹവും യുദ്ധത്തിന് പോകേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം ഐഡിയലായി, ഒന്നും ചെയ്യാതെ വെറുതെ അവിടെ സമയം മെനക്കെടുത്തുകയാണ്. നോ വർക്ക് ടു ഡു, ഇത് ചെയ്യാൻ ജോലിയൊന്നുമില്ല. അത് മാത്രമല്ല, ദൈവഭയമില്ലാതെ തൻ്റെ കണ്ണുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയച്ചു. ഒരു സ്ത്രീയെ കണ്ടു, അവളെ വിളിച്ചു വരുത്തി. അങ്ങനെ അവളുമായിട്ട് വ്യഭിചാരം ചെയ്യുന്നു. ആ വ്യഭിചാര ദോഷത്തിൽ വീണു. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കറുത്ത അധ്യായം എഴുതി ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, കണ്ണിന്റെ മോഹം, ആ കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചില്ല. താൻ പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. എങ്കിലും തൻ്റെ കണ്ണിനെ ഇഷ്ടം പോലെ യാത്ര ചെയ്യാൻ വെറുതെ അഴിച്ചുവിട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ നാവും ഇതിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മുടെ കണ്ണുകളെ നാം നിയന്ത്രിക്കുകയും പാപകരമായ കാര്യങ്ങൾ നോക്കുവാൻ, വിശേഷാൽ എതിർലിംഗത്തിൽപ്പെട്ടവരെ, സ്ത്രീകളെ നോക്കി മോഹദൃഷ്ടിയോടെ നോക്കുവാനും ഇഷ്ടപ്പെടുവാനും ആസ്വദിക്കുവാനും നാം ആരെങ്കിലും മനസ്സ് വയ്ക്കുന്നുവെങ്കിൽ അത് വ്യഭിചാരത്തിലേക്ക് നാം വഴുതിപ്പോവുകയാണ് എന്ന് ഓർത്തുകൊള്ളുക. ഇവിടെ ദാവീദിന് അതാണ് സംഭവിച്ചത്. അത് ശാരീരികമായ വ്യഭിചാരമായിട്ടും അത് പരിണമിച്ചു. അതെന്തുമാത്രം സങ്കടം തനിക്കുണ്ടാക്കി. അതിനുശേഷം ആ സ്ത്രീയുടെ ഭർത്താവിനെ ക്രൂരമായ കൊലപാതകത്തിന് വിധേയനാക്കി. നേരിട്ടല്ല, പക്ഷേ പരോക്ഷമായിട്ടാണെങ്കിലും അതിൻ്റെ കുറ്റം 100% ദാവീദിന് ഏറ്റെടുക്കേണ്ടി വന്നു. വ്യഭിചാരവും കൊലപാതകവും ചേർന്നു പോകുന്ന ദയനീയമായ കാര്യം അവിടെ കാണാൻ സാധിക്കും. രണ്ടാമത്തെ ദൃഷ്ടാന്തം ദൈവദാസനായിരുന്ന ഇയ്യോബിനെ കുറിച്ചാണ്. ഇയ്യോബിന്റെ പുസ്തകം നാം വായിച്ചാൽ, വൃദ്ധനായ ഇയ്യോബാണ്. അദ്ദേഹത്തിന് മക്കളും മക്കളുടെ കുടുംബങ്ങളും ഒക്കെ ഉണ്ട്. എങ്ങനെ നോക്കിയാലും ഒരു 60-70 വയസ്സുള്ള മനുഷ്യനാണ്. അദ്ദേഹം ദൈവഭക്തനായ മനുഷ്യനാണ്. ഇയ്യോബിനെ കുറിച്ച് ഇയ്യോബിന്റെ പുസ്തകത്തിൽ അദ്ദേഹം തന്നെ പറയുന്ന ഭാഗം നമുക്ക് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായം 1-ാം വാക്യവും 4, 6, 7 ഈ വാക്യങ്ങളൊക്കെ നമുക്ക് വായിക്കാം. ജോബ് ചാപ്റ്റർ 31 വേഴ്സസ് 1 to 6 വായിക്കാം. ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? എന്റെ വഴികളെ അവൻ കാണുന്നില്ലയോ? എന്റെ കാലടികളൊക്കെയും എണ്ണുന്നില്ലയോ? ദൈവം എന്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. ഇയ്യോബ് പറയുന്നത്, ഞാൻ എവിടൊക്കെ നോക്കുന്നോ അതെല്ലാം ദൈവത്തിന് അറിയാം. ദൈവഭയമുള്ളത് കൊണ്ടാണ് ഈ ഒരു കാഴ്ചപ്പാട് ഇയ്യോബിനുണ്ടായിരുന്നു. അദ്ദേഹം തികച്ചും ഒരു ചെറുപ്പക്കാരനല്ല. അദ്ദേഹം വയസ്സായ മനുഷ്യനാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രിൻസിപ്പിൾ ഇതായിരുന്നു. ചെറുപ്പം മുതലേ അദ്ദേഹം ഈ ഒരു കാഴ്ചപ്പാടും പ്രിൻസിപ്പിളും ഉള്ളവനായിരുന്നു. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. ഐ മെയ്ഡ് എ കവനന്റ് വിത്ത് മൈ ഐസ്. ഹൗ ദെൻ ക്യാൻ ഐ ലുക്ക് അപ്പോൺ എ വെർജിൻ? അങ്ങനെ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റൊരു കന്യകയെ എങ്ങനെ നോക്കും? കണ്ണുകളെ ഞാൻ ഇഷ്ടം പോലെ അഴിച്ചുവിടുകയില്ല. എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിട്ടുണ്ട്. അത് എവിടെ നോക്കണം എന്ന് ഞാൻ എൻ്റെ കണ്ണുകളോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇയ്യോബ് നമുക്കൊരു നല്ല മാതൃകയാണ്. നമുക്കുള്ളതുപോലെ ദൈവകൃപയോ
തിരുവെഴുത്തുകളോ പരിശുദ്ധാത്മാഭിഷേകമോ ഒന്നും ഈ മനുഷ്യന് ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അബ്രഹാമിന്റെ കാലത്തോ അതിനു മുമ്പോ ജീവിച്ചിരുന്ന വളരെ പഴയ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഒരു ദേവദാസനായിരുന്നു. എങ്കിലും പരിശുദ്ധാത്മാവിനാൽ ദൈവം അദ്ദേഹത്തിന്റെ ഉള്ളിലും ഈ ഒരു ബോധ്യം കൊടുത്തിരുന്നു. തന്റെ കണ്ണിനെ നിയന്ത്രിക്കണം, കണ്ണിനെ മോഹദൃഷ്ടിയോടെ നോക്കുന്ന അളവിലേക്ക് പോകരുത്, അത് പാപമാണ് എന്നൊക്കെ ദൈവം ഇയ്യോബിനെ ബോധ്യപ്പെടുത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കണ്ണുകളെ നാം നിയന്ത്രിക്കുകയും അതിനെ സൂക്ഷിക്കുകയും വേണം. അതിന് പാപകരമായ രീതിയിൽ ഇഷ്ടം പോലെ കണ്ണുകൾ പോകുവാൻ നാം അനുവദിച്ചുകൂടാ എന്നുള്ളതാണ് അർത്ഥം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരെ, ഈ കാലത്ത് വളരെയധികം ദോഷകരമായ സാഹചര്യം നമ്മുടെ ചുറ്റുമുണ്ട്. വിശേഷിച്ചും ഇന്റർനെറ്റിലും മറ്റും ധാരാളം പോർണോഗ്രാഫി അഥവാ അശ്ലീല സാഹിത്യവും ചിത്രങ്ങളും എഴുത്തുകളും എല്ലാം കാണാനും കേൾക്കാനും വായിക്കാനും എല്ലാം ധാരാളമുള്ള സമയമാണ്. മുൻകാലത്തൊക്കെ ആളുകൾ ഒളിച്ചും പതുങ്ങിയും ഒക്കെ അവർ എവിടുന്നെങ്കിലും ഇങ്ങനെയുള്ള അശ്ലീല പുസ്തകങ്ങൾ വാങ്ങിച്ചു വായിക്കുമായിരുന്നു. അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണുമായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാ മനുഷ്യരുടെയും കയ്യിൽ അല്ലെങ്കിൽ അവരുടെ ലാപ്ടോപ്പിലോ മൊബൈൽ ഫോണിലോ ഒക്കെ ഈ ഇന്റർനെറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളമായിട്ടുള്ള അശ്ലീല സാഹിത്യവും ചിത്രങ്ങളും ഒക്കെ ധാരാളമുണ്ട്. അതിൻ്റെ ആ ഒരു അടിമത്വം ഇന്ന് അനേകം പേർക്കും ഉണ്ടായിട്ടുണ്ട്. സാധാരണ മനുഷ്യർക്കും ദേവദാസന്മാർക്കും പാസ്റ്റർമാർക്കും ഒക്കെയും ഈ ഒരു അടിമത്വം ഇന്ന് വന്നുപോയിരിക്കുന്ന ഒരു കാലമാണ്. നാം ഇതിനെക്കുറിച്ച് ഇരിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെയും നമ്മുടെ ആത്മീയ ശുശ്രൂഷയെയും കാര്യമായി ബാധിക്കാനും നമുക്ക് നഷ്ടം വരുത്തുവാനും സാധ്യതയുണ്ട് എന്ന് നാം അറിഞ്ഞുകൊള്ളും. നാം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇങ്ങനെയുള്ള എല്ലാ അടിമത്തത്തിൽ നിന്നും അഡിക്ഷൻസിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും എൻ്റെ കണ്ണിന് മുമ്പിൽ വരുവാൻ ദൈവമേ ഇടയാക്കരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഇത് ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മോഹദൃഷ്ടിയും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യഭിചാര ദോഷവും ഓരോ ക്രിസ്ത്യാനിയും സൂക്ഷിച്ച് ഒഴിയേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സദൃശവാക്യങ്ങളിലെ ചില വചനങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. സദൃശവാക്യങ്ങൾ എഴുതുമ്പോൾ അന്ന് ഇന്റർനെറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നേരിട്ടുള്ള വേശ്യാസ്ത്രീകളും വ്യഭിചാരിണികളും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ വലയിൽ പെടാതെ വണ്ണം സദൃശവാക്യങ്ങളിൽ ചെറുപ്പക്കാരെ ഉപദേശിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 2 ഭാഗം നമുക്ക് വായിക്കാം. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 23 മുതൽ വായിക്കാം. Proverbs chapter 6 verses 23 മുതൽ നമുക്ക് വായിക്കാം. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവും ആകുന്നു. അവ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുകയും അരുത്. ഇവിടെ നോക്കുക, വേശ്യാസ്ത്രീകൾ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ പുരുഷന്മാരെ വശീകരിച്ച് അവരുടെ വലയിൽപ്പെടുത്തി ഇവരെ നശിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ പറയുന്നത്. വളരെ പണ്ട്, നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾക്ക് പണ്ടും ഈ ഒരു രീതി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കാലത്ത് ഇത് അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് വന്നിരിക്കുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന ഓരോ സഹോദരങ്ങളും ഇതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം. അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത് എന്ന് ചെറുപ്പക്കാരോട് പറയുന്നു. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ബാധകമാണ്. സ്ത്രീകളുടെ സൗന്ദര്യത്തെയാണ് പുരുഷന്മാർ മോഹിക്കുന്നതെങ്കിൽ പലപ്പോഴും സ്ത്രീകൾ പുരുഷന്മാരുടെ ആരോഗ്യവും കഴിവും ബലവും ഒക്കെയാണ് അവർക്ക് മോഹമായിട്ട് തീരാറുള്ളത്. ആ സഹോദരൻ നല്ല കേപ്പബിൾ ആണ്, കഴിവുള്ള ആളാണ് എന്നൊക്കെയും ഒരു അപ്രീസിയേഷൻ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഭർത്താവിനെ അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളും വ്യഭിചാരത്തിന്റെ വക്കിലാണെന്ന് സഹോദരിമാരും കരുതിക്കൊള്ളുകയാണ്. നിങ്ങളുടെ ഭർത്താവിനെ മാത്രം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്താൽ മതി. മറ്റാരെയും കൂടുതൽ അഭിനന്ദിക്കാനൊന്നും പോകണ്ട. അത് വളരെ ദോഷത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ അത് കൊണ്ടുപോകും, അത് ദോഷം ചെയ്യും. ഇവിടെ പറയുന്നു, വ്യഭിചാരിണിയുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്, അവൾ നിന്നെ വശീകരിച്ച് വലയിൽ വീഴിക്കരുത്, നിന്റെ ആത്മീയ ജീവിതം നിന്നെ നശിച്ചു പോകും എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അതുകൊണ്ട് ഇത് ഗൗരവമായി എടുക്കാം. സദൃശവാക്യങ്ങൾ 7-ാം അധ്യായം എടുക്കാം. അവിടെയും ചില വചനങ്ങളുണ്ട്. ഭോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു, യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായ ഒരു യുവാവിനെ കണ്ടറിഞ്ഞു.
അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീടിന്റെ കോണിനരികെ വീതിയിൽ കൂടി കടന്നു. അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു. പെട്ടെന്ന് ഇതാ, വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടും ഉള്ളൊരു സ്ത്രീ അവനെ എതിരേറ്റു വരുന്നു. ഇനിയും അതിന്റെ 24-ാം വാക്യം മുതൽ വീണ്ടും വായിക്കാം. വേഴ്സസ് 24 ഓൺവേർഡ്സ്. ആകയാൽ മക്കളെ, എന്റെ വാക്ക് കേൾപ്പിൻ, എന്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പിൻ. നിന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത്, അവളുടെ പാതകളിലേക്ക് നീ തെറ്റി ചെല്ലുകയുമരുത്. അവൾ വീഴിച്ച ഹതന്മാർ അനേകർ, അവൾ കൊന്നു കളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു, അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. നാം ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കാർക്കും പൊതുവെ ദൈവമക്കളായി നമുക്ക് ഇങ്ങനെയുള്ള വേശ്യാസ്ത്രീകളുടെ വഴിയിൽ പോകുന്നതിനുള്ള ഒരു വലിയ പരിശോധന ഈ കാലത്ത് നമുക്ക് വരുന്നില്ല എന്ന് ചിന്തിക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എന്നാൽ ഈ കാലത്ത് അത് ഏറ്റവും പ്രായോഗികമായിട്ട് നമ്മെ ബാധിക്കുന്നത് ഇന്റർനെറ്റിലുള്ള പോർണോഗ്രാഫി വഴിയാണ്. അതായത് അശ്ലീല സാഹിത്യവും ചിത്രങ്ങളും ധാരാളമായിട്ട് ഇന്റർനെറ്റിലുണ്ട്. അത് എപ്രകാരം ഒരു ചെറുപ്പക്കാരിയെ വശീകരിക്കുന്നു എന്നുള്ളതാണ് ഈ വാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള സ്വാധീനങ്ങൾക്ക്, അടിമത്തത്തിന് വശംവദരായിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മോട് പറയുന്നത്, നീ അവളുടെ വഴിയിൽ നിന്ന് മാറിപ്പോകണം, നീ തെറ്റി ആ വഴിയിൽ ചെല്ലരുത്, നിന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചാഞ്ഞു പോകരുത്, അവളുടെ പാതയിലേക്ക് നീ തെറ്റി കയറി ചെല്ലരുത്. അത് തെറ്റായൊരു വഴിയാണ്, നീ അങ്ങോട്ട് തെറ്റി കയറാൻ പാടില്ല. നിനക്ക് പോകാനായിട്ട് യേശു കാണിച്ച ഒരു നല്ല മാർഗമുണ്ട്. ആ മാർഗത്തിലൂടെ വിശുദ്ധമായ ഒരു മാർഗമാണ്. അവിടെ ഇങ്ങനെയുള്ള വ്യഭിചാരവും മോഹദൃഷ്ടിയും ഒന്നുമില്ലാത്ത പരിശുദ്ധമായ ഒരു ജീവിതമാണ് ദൈവം നമുക്കായിട്ട് വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു വരുന്നത് ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്. ഇനിയും മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 31-32 വാക്യങ്ങളിൽ ഉപേക്ഷണം, ഭാര്യയെ ഉപേക്ഷിക്കുക, ഭർത്താവിനെ ഉപേക്ഷിക്കുക, ഡിവോഴ്സ് എന്ന കാര്യത്തിനെതിരായിട്ടും യേശു പറഞ്ഞിട്ടുണ്ട്. അതും ദൈവത്തിന് ദുഃഖം വരുത്തുന്ന കാര്യമാണ്. മത്തായി 5-ാം അധ്യായം 31-32 വാക്യങ്ങൾ വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സസ് 31-32. നമുക്ക് അതും കൂടെ വായിച്ച് കേൾക്കാം. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. ഇവിടെ വളരെ സ്ട്രിക്റ്റാക്കി യേശു ഈ നിയമം പ്രഖ്യാപിച്ചതിന് കാരണമുണ്ട്. കാരണം വിവാഹം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതിനൊരു എക്സ്പയറി ഡേറ്റ് ദൈവം വെച്ചിട്ടില്ല. മരുന്നുകൾക്കൊക്കെ എക്സ്പയർ ഡേറ്റ് ഉണ്ട്. 1 വർഷം, 2 വർഷം, 3 വർഷം ഇങ്ങനെയൊക്കെ കണക്കുണ്ട്. വിവാഹത്തെ സംബന്ധിച്ച് 1, 2, 3 വർഷം കഴിയുമ്പോൾ എക്സ്പയറി ആകും, പിന്നെ അതിന് സാധുതയില്ല എന്നൊരു കാര്യമില്ല. വിവാഹം അതൊരു ലൈഫ് ടൈം, ഒരു ജീവിതകാലത്തേക്കാണ് ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ നിങ്ങൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ വിവാഹം ആജീവനാന്ത കാലത്തേക്കുള്ളതാണ്. മരണം നിങ്ങളെ വേർപെടുത്തും വരെ എന്നാണ് വിവാഹത്തിന്റെ പ്രതിജ്ഞയിൽ സാധാരണ പറയാറുള്ളത്. മരണം നിങ്ങളെ വേർപിഴിക്കും വരെ, അതുവരെയും നിങ്ങൾ കുടുംബമായിട്ട് യോജിച്ചു പോകണം. നിങ്ങൾ ഭാര്യയെ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു, ഈ കാലത്ത് അത് വളരെ അധികമായിട്ട് വർദ്ധിച്ചു വരികയാണ്. വിശ്വാസികളുടെ ഇടയിലും പെന്തക്കോസ്തരായ വിശ്വാസികളുടെ ഇടയിലും ഒക്കെ ഈ ഡിവോഴ്സ് അഥവാ വിവാഹമോചനം എന്നുള്ള കാര്യം പരക്കെ അംഗീകരിക്കപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഈ ദൈവവചനത്തെ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കാത്തത് കൊണ്ടോ കാര്യമായി എടുക്കാത്തത് കൊണ്ടോ ആണ് ഇത്ര നിസ്സാരമായിട്ട് ആളുകൾ വിവാഹമോചനത്തിലേക്ക് കയറി ചെല്ലുന്നത്. യേശു പറഞ്ഞു, അത് തികച്ചും തെറ്റാണ്. മോശെ അങ്ങനെ അനുവദിച്ചിരുന്നു. യേശു മറ്റൊന്ന് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് മോശെ അങ്ങനെ അനുവദിച്ചത്. പക്ഷെ ആദ്യം മുതൽ അങ്ങനെ ആയിരുന്നില്ല. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്നാണ് നിയമം. 32-ാം വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നത്, വ്യഭിചാരദോഷം ഹേതുവായിട്ടല്ലാതെ, പരസംഗം എന്ന് വെച്ചാൽ വ്യഭിചാരദോഷം, അങ്ങനെ അല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം
അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അയാളും വ്യഭിചാരം ചെയ്യും. അപ്പോൾ വ്യഭിചാരദോഷം തുടർന്നു വരുന്ന ഒരു കാര്യമാണ് ഈ വിവാഹമോചനം എന്ന്. അത് വളരെ സ്ട്രിക്റ്റായിട്ട് യേശു പഠിപ്പിച്ചതിന്റെ കാരണം, നിങ്ങൾ ഒരു കാരണവശാലും വിവാഹമോചനത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കരുത് എന്നുള്ളത്. സാധാരണ ആളുകൾക്ക് ഒരു രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വന്നു, മാനസികമായ എന്തെങ്കിലും പ്രയാസം വന്നു, ഇതൊക്കെ ഡിവോഴ്സിന് മതിയായ കാരണമായിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് ഇതാ ഇന്ന കാരണം കൊണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യുകയാണ്, വേണ്ട, ചേരുന്നില്ല, ഞങ്ങൾ പിരിയുകയാണ് എന്ന് പറയാറുണ്ട്. അതൊരിക്കലും യോജിക്കാവുന്ന കാര്യമല്ല. ദൈവവചനം ഒരിക്കലും അതിനെ അനുവദിക്കുന്നില്ല. ഒരൊറ്റ ഒരു 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 എക്സെപ്ഷൻ മാത്രമേ യേശു പറഞ്ഞിട്ടുള്ളൂ. ഭാര്യയോ ഭർത്താവോ ഒരാൾ പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ, അവർക്ക് അങ്ങനെ അൺഫെയ്ത്ത്ഫുൾ ആണ്, അവർ ആ ഒരു വ്യക്തി വ്യഭിചാരത്തിൽ പോകുന്നു എന്ന് കാണുകയാണെങ്കിൽ ആ ഒറ്റ കേസിൽ മാത്രമേ വിവാഹമോചനം യേശു അനുവദിച്ചിട്ടുള്ളൂ. അതുപോലും വളരെ ജുഡീഷ്യസ് ആയിട്ട്, വളരെ ശ്രദ്ധിച്ച്, വളരെ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പുതിയ നിയമത്തിൽ കരുണ കാണിക്കുവാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് ഹോശേയയുടെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം, ഹോശേയോട് ദൈവം പറഞ്ഞു, നീ പോയി വ്യഭിചാരദോഷത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞു. അത് മനസ്സില്ലാ മനസ്സോടെ, വളരെ ഭാരത്തോടെ ആണെങ്കിലും അത് ഹോശേയ ചെയ്തു. അത് എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ അത് ചെയ്തു. അവൾ പിന്നെയും വീട് വിട്ടിറങ്ങിപ്പോയി. ഒടുവിൽ വീണ്ടും ദൈവം പറഞ്ഞു, നീ അവളെ വിളിച്ചുകൊണ്ട് വരിക. അങ്ങനെ വ്യഭിചാരത്തിൽ ജീവിച്ച ആ സ്ത്രീയെ രണ്ടാമതും അടിമച്ചന്തയിൽ നിന്നും ഹോശേയ വിളിച്ചുകൊണ്ട് വരുന്നു. അത് ദൈവത്തിന്റെ ഇസ്രായേലിനോടുള്ള സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവം വളരെ കരുണയുള്ളവരും മനസ്സലിവുള്ളവരുമാണ്. ആകയാൽ നാവും നമ്മുടെ ജീവിത പങ്കാളികളോട് കരുണ കാണിക്കണം. എന്തെങ്കിലും ഒരു ബലഹീനതയോ വീഴ്ചയോ ഒരു ചെറിയ മിസ്റ്റേക്കോ ഉണ്ടായ ഉടനെ പെട്ടെന്ന് അതിൻ്റെ പേരിൽ ഒരു വിവാഹമോചനം എന്നാരും ചിന്തിക്കരുത്. നിങ്ങൾ അവരോട് കരുണ കാണിക്കണം, അലവൻസ് കൊടുക്കണം, പ്രാർത്ഥിക്കണം. മനുഷ്യർക്ക് അവരുടെ തെറ്റായ വഴികളെ വിട്ട് മാനസാന്തരപ്പെടുവാൻ ഏത് സമയത്തും ദൈവം അവസരങ്ങൾ കൊടുക്കും. ആകയാൽ നാം കരുണ കാണിക്കേണ്ടതും ആവശ്യമാണ്. വിവാഹമോചനം ദൈവം വിലക്കിയിരിക്കുന്നു എന്നും കൂടെ ശ്രദ്ധിക്കണം. നാം കേട്ട വചനങ്ങളെ നമുക്ക് ഉപസംഹരിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് മോഹദൃഷ്ടിയുടെയും വ്യഭിചാരത്തിൻ്റെയും പരിഹാരം? എന്താണ് ഇങ്ങനെയുള്ള ലൈംഗിക പാപങ്ങൾക്കുള്ള പരിഹാരം? എന്താണ്? ഏറ്റവും ചുരുക്കമായിട്ട് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ആത്മാവിനാൽ നടത്തപ്പെടുമ്പോഴാണ് നമുക്ക് ഈ പാപത്തിന്റെ പിടിയിൽ നിന്നും വിടുവിക്കപ്പെട്ട് ജീവിക്കുവാൻ സാധിക്കുന്നു. ഗലാത്യരുടെ പുസ്തകം 5-ാം അധ്യായം 16-17 വചനങ്ങൾ നമുക്ക് വായിക്കാം. ദ ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 16 and 17. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിന്റെ മോഹം നിങ്ങൾ നിവർത്തിക്കുകയില്ല. നിങ്ങളുടെ കണ്ണിന്റെ മോഹത്തിന് വേണ്ടി നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുകയില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെയുള്ള ദുരാസക്തി വരുത്തുന്ന ചിന്തകൾക്ക് നിങ്ങൾ ഇടം കൊടുക്കുകയില്ല. നിങ്ങൾ ആത്മാവിനാൽ നടത്തപ്പെടും. ക്രിസ്തുവിനായിരിക്കും നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം. യേശു ആയിരിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നാമത്തെ വ്യക്തി എന്നാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയും. കാരണം ജഡത്തിന്റെ അഭിലാഷവും ആത്മാവിന്റെ അഭിലാഷവും തമ്മിൽ എപ്പോഴും ഒരു പോരാട്ടമുണ്ട്. അത് നാം തിരിച്ചറിയുകയും, നമുക്കിവിടെയാണ് ആത്മീയ കൂട്ടായ്മയ്ക്ക് ആവശ്യം. ദൈവമക്കളുടെ കൂട്ടായ്മ നമുക്ക് ഇല്ലെങ്കിൽ നാം അറിയാതെ ഇങ്ങനെയുള്ള പാപകരമായ പ്രവണതകളിലേക്ക് നാം വഴി തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിശാച് വളരെയധികം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മനസ്സുകളെ മലിനമാക്കുവാനും ദുഷിപ്പിക്കുവാനും തെറ്റായ കാര്യങ്ങളിലേക്ക് നടത്തുവാനും സാത്താൻ നമ്മെ പ്രലോഭനങ്ങൾക്ക് വിധേയരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നാം ജാഗ്രതയായിരിക്കണം. ആകയാൽ പ്രാർത്ഥനകളെ വിലമതിക്കണം. കൂട്ടായ്മകളെയും ഒരുമിച്ച് വരാനും അന്യോന്യം പ്രാർത്ഥിക്കാനും കൂടി വരാനും ദൈവവചനം കേൾക്കാനുമുള്ള അവസരങ്ങളെ നാം വിലമതിക്കുകയും ചേർന്ന് പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പ്രലോഭനങ്ങളുടെ ശക്തിയിൽ നിന്നും നമുക്ക് വിടുതൽ കിട്ടും. ഒരു വചനം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതിനുള്ള പാപകരമായ മോഹങ്ങൾക്കുള്ള അവസരം കൊടുക്കരുത് എന്നും ദൈവാത്മാവ് പറയുന്നു. റോമാലേഖനം 13-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കാം. Romans chapter 13 verses 13 and 14 വായിക്കാം. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്ക,
വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. നോക്കുക, ഈ ലോകത്തിൽ പലതരം പാപത്തിന്റെ പ്രലോഭനങ്ങളുണ്ട്. മദ്യപാനവും വെറിക്കൂത്തുകളും ശയനമോഹങ്ങളും ദുഷ്കാമങ്ങളും പിണക്കവും അസൂയയും പ്രശ്നങ്ങളും വഴക്കും ഒക്കെ, ഇതിനൊക്കെയുള്ള സാധ്യത സാത്താൻ കൊണ്ടുവരും. എന്നാൽ ദൈവമക്കളായ നാം ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുകയും 14 വാക്യം. മാത്രമല്ല, നിങ്ങൾ ജഡത്തിന്റെ അനുസരിച്ച് ജഡപ്രകാരം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, അതിനുള്ള അവസരങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ ഉള്ളിൽ മോഹങ്ങൾ ജനിക്കും. പാപകരമായ ദുർമോഹങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരും. ലൈംഗിക പാപങ്ങൾക്ക് വേണ്ടിയുള്ള പ്രേരണയും ദുർമോഹങ്ങളും നിങ്ങളെ കയറി പിടിക്കും. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മേക്ക് നോ പ്രൊവിഷൻ ഫോർ ദ ഫ്ലഷ് ടു ഫുൾഫിൽ ഇറ്റ്സ് ഡിസയേഴ്സ് ആൻഡ് ഇറ്റ്സ് ലസ്. അതായത് ജഡത്തിന്റെ മോഹങ്ങൾ, അതിൻ്റെ ഇഷ്ടങ്ങളും ഇച്ഛകളും അഭിലാഷങ്ങളും നിർവഹിക്കുവാൻ കാരണമായേക്കാവുന്ന ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അവശേഷിപ്പിക്കരുത്. അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ പോകരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിലോ നിങ്ങളുടെ ബുക്സിനകത്തോ ഒന്നും ഉണ്ടാകരുത്. മേക്ക് നോ പ്രൊവിഷൻ ഫോർ സച്ച് ടെംപ്റ്റേഷൻസ്. അത് ഒഴിവാക്കി ജീവിക്കണം. നിങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധമായും നിർമ്മലമായിട്ടും സൂക്ഷിച്ചു കൊടുക്കുക. മേക്ക് നോ പ്രൊവിഷൻ ഫോർ ലസ്റ്റ്ഫുൾ തിങ്സ്. പാപകരമായ കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരു പ്രൊവിഷനും കൊടുക്കരുത്. അതിനെയൊക്കെ ക്ലീൻ ചെയ്ത് നിങ്ങൾ ദൈവത്തിന്, ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. നാം ഇന്ന് ചിന്തിച്ച കാര്യങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോകാം. ദൈവത്തിന് സങ്കടമുണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നാണ് നാം ചിന്തിച്ചു വരുന്നത്. ഇന്ന് 2-ാമത്തെ കാര്യം നാം ചിന്തിച്ചു. മോഹദൃഷ്ടിയും വ്യഭിചാരദോഷവും ദൈവത്തിന് തൻ്റെ മക്കളെ ചൊല്ലി ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. ആകയാൽ നമുക്ക് ഈ ദോഷങ്ങളെ വിട്ടകന്ന് പവിത്രമായ കണ്ണുകളും പവിത്രമായ മനസ്സുമുള്ളവരായി എല്ലാത്തരം ലൈംഗിക പാവങ്ങളിൽ നിന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ദുശ്ചിന്തകളിൽ നിന്നും ദുരാസക്തികളിൽ നിന്നും വേർതിരിഞ്ഞ് മാറി പവിത്രമായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.